ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മാംസം ധരിച്ച വചനത്തിന്റെ പൊരുൾ എന്താണ്? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖം ഇപ്രകാരമാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു. യോഹന്നാൻ 1:1. ആദിയിൽ എന്നത് ബൈബിളിലെ ആദ്യ വാക്കാണ്. സൃഷ്ടികർമ്മ വിവരണം ആരംഭിക്കുന്നത് ഈ വാക്കിലാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. തിരുപ്പിറവിയിൽ നാം ധ്യാനിക്കുന്നത് ആ ശിശുവിനെ കുറിച്ചാണ്. യേശു മുമ്പുണ്ടായിരുന്നു. ദൈവവചനം യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമല്ല അവതരിപ്പിക്കുന്നത്. പ്രത്യുത ജനിക്കുന്നതിന് മുമ്പുള്ള യേശുവിനെ കുറിച്ചാണ് നമ്മോട് പറയുന്നത്. നമ്മുടെ ഇടയിലേക്ക് വരുന്നതിന് മുമ്പുള്ള യേശുവിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന് നമ്മെ പിന്നോട്ട് കൊണ്ടുപോകുകയാണ്. സകല വസ്തുക്കളുടെയും ആരംഭത്തിനു മുമ്പ്, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, എല്ലാത്തിനും മുമ്പ് അവിടത്തേക്ക് അസ്തിത്വമുണ്ടായിരുന്നു. സ്ഥലകാലങ്ങൾക്ക് മുമ്പുള്ളവനാണ് അവിടുന്ന്. ജീവൻ വെളിപ്പെടുന്നതിനു മുമ്പ് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ 1:4 വിശുദ്ധ യോഹന്നാൻ വചനം എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അതായത് വാക്ക്. യോഹന്നാൻ ഇതുകൊണ്ട് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മറിച്ച് മറ്റാരോടെങ്കിലുമാണ് സംസാരിക്കുക എന്നും, അങ്ങനെയാണ് വഴിയിൽ ആരെങ്കിലും തനിച്ചു സംസാരിക്കുന്നത് കണ്ടാൽ നമ്മൾ പറയും ആ മനുഷ്യന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. നാം എല്ലായ്പ്പോഴും സംസാരിക്കുന്നത് മറ്റൊരാളോടാണ്. ആദ്യം മുതൽ യേശു വചനമാണ് എന്ന വസ്തുതയുടെ പൊരുൾ ദൈവം തുടക്കം മുതൽ തന്നെ നമ്മോട് ആശയവിനിമയം നടത്താൻ, നമ്മോട് സംസാരിക്കാൻ അഭിലഷിച്ചു എന്നാണ്. ദൈവമക്കളായിരിക്കുന്നതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മോട് പറയാൻ ദൈവത്തിൻ്റെ ഏകജാതൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് സത്യവെളിച്ചം ആണ്. യോഹന്നാൻ 1:9. തിന്മയുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾ അറിയുകയും അവയെ എന്നും സ്നേഹിക്കുന്നുവെന്ന് നമ്മോട് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജീവനാണ് അവിടുന്ന്. യോഹന്നാൻ 1:4. നാം എല്ലാവരെയും അവിടുന്ന് സ്നേഹിക്കുന്നു. ഇന്നത്തെ വിസ്മയകരമായ, അതിശയകരമായ ഈ വസ്തുത മനസ്സിലാക്കുവാൻ യേശുവാണ് വചനം എന്നും ചിന്തിക്കുകയും നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ നിത്യവചനത്തിൽ വിശ്വസിക്കുകയുമാണ് വേണ്ടത്. വചനം മാംസമായി തീർന്നു നമ്മുടെ ഇടയിൽ വസിച്ചു. അവിടുന്ന് മാംസം ധരിച്ചു. എന്തുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ മാംസം എന്ന പദം ഉപയോഗിക്കുന്നത്? അവിടുന്ന് മനുഷ്യനായി തീർന്നു എന്ന കൂടുതൽ മനോഹരമായ പ്രയോഗം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഇല്ല, അദ്ദേഹം മാംസം എന്ന പദം ഉപയോഗിക്കുന്നു. കാരണം അത് നമ്മുടെ മനുഷ്യാവസ്ഥയെ, അതിൻ്റെ എല്ലാ ബലഹീനതയിലും അതിൻ്റെ എല്ലാ ദുർബലതയിലും സൂചിപ്പിക്കുന്നു. നമ്മുടെ ബലഹീനതകളെ തൊട്ടറിയാൻ ദൈവം ബലഹീനനായി തീർന്നുവെന്ന് അത് നമ്മോട് പറയുന്നു. അതിനാൽ കർത്താവ് മാംസമായി തീർന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവന് അന്യമല്ലാതായി. അവിടുന്ന് പുച്ഛിക്കുന്നതായ യാതൊന്നുമില്ല. സകലവും നമുക്ക് അവിടുന്നുമായി പങ്കിടാൻ കഴിയും. എല്ലാം. പ്രിയ സഹോദര, സഹോദരി, ദൈവം മാംസമായി തീർന്നത് അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു എന്ന്, നിന്റെ ബലഹീനതകളിൽ നിന്നെ സ്നേഹിക്കുന്നു എന്ന്, നാം കൂടുതലായി ലജ്ജിക്കുന്ന നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമ്മോട് പറയുന്നതിനാണ്. ദൈവത്തിൻ്റെ തീരുമാനം അത്രക്കേറെ ധീരമാണ്. നാം പലപ്പോഴും ലജ്ജിക്കുന്നിടത്ത് അവിടുന്ന് മാംസം ധരിച്ചു. നമ്മുടെ സഹോദരനായി തീരുന്നതിന്, നമ്മുടെ ജീവിത സരണിയിൽ പങ്കുചേരുന്നതിന് അവിടുന്ന് നമ്മുടെ ലജ്ജയിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മധ്യേ വസിക്കുന്ന വചനമാണ് യേശു. അവിടുന്ന് മാംസം ധരിച്ചു. ഉടുക്കുകയും ഊരിമാറ്റുകയും ചെയ്യുന്ന വസ്ത്രമായി അവിടുന്ന് നമ്മുടെ മാനവികതയെ കണ്ടില്ല. അവിടുന്ന് ഒരിക്കലും നമ്മുടെ ജഡം വിട്ടകന്നില്ല. അവിടുന്ന് ഒരിക്കലും അത് ഉപേക്ഷിക്കില്ല. ഇന്നും എന്നേക്കും അവിടുന്ന് മനുഷ്യമാംസമാർന്ന ശരീരവുമായി സ്വർഗത്തിൽ ഇരിക്കുന്നു. അവൻ എന്നേക്കും നമ്മുടെ മനുഷ്യത്വവുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ നാം മനസ്സിലാക്കണം. അവിടുന്ന് ശരീരത്തിൻ്റെ മുറിവുകൾ, നമുക്ക് വേണ്ടി ഏറ്റ മുറിപ്പാടുകൾ പിതാവിനെ കാണിക്കുന്നു. ഇതാണ് യേശു. മധ്യസ്ഥനായ അവിടുന്ന് സ്വന്തം ശരീരത്താൽ സഹനത്തിൻ്റെ അടയാളങ്ങൾ പേറാൻ അഭിലഷിച്ചു. യേശു സ്വന്തം ശരീരത്തോടുകൂടി പിതാവിൻ്റെ മുന്നിൽ നിൽക്കുന്നു. സുവിശേഷം വാസ്തവത്തിൽ നമ്മോട് പറയുന്നത് അവിടുന്ന് ആഗതനാകുന്നത് നമ്മുടെ മധ്യയെ വസിക്കാനാണ് എന്നാണ്. നമ്മെ സന്ദർശിച്ച് തിരിച്ചു പോകാനല്ല അവിടുന്ന് വന്നത്, നമ്മുടെ ഇടയിൽ വസിക്കാൻ, നമ്മോടുകൂടെ ആയിരിക്കാനാണ് അവിടുന്ന് വന്നത്. ആകയാൽ അവിടുന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? മഹത്തായ ഒരു ഉറ്റ ബന്ധം അവിടുന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷ സന്താപങ്ങളും ആഗ്രഹങ്ങളും ആശങ്കകളും പ്രത്യാശകളും സങ്കടങ്ങളും വ്യക്തികളും അവസ്ഥകളും എല്ലാം നമ്മൾ അവിടുന്നുമായി പങ്കുവെക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് അത് വിശ്വാസത്തോടെ ചെയ്യാം. നമ്മുടെ ഹൃദയം അവിടത്തേക്കായി നമുക്ക് തുറക്കാം.
സകലവും അവിടുത്തോട് പറയാം. നമുക്ക് സമീപസ്ഥനായി തീർന്ന ദൈവത്തിൻ്റെ ആർദ്രത ആസ്വദിക്കാൻ നമുക്ക് കഴിയേണ്ടതിന് പുൽക്കൂടിന് മുമ്പിൽ മൗനമായി നിൽക്കാം. നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് അവിടുത്തെ ഭയലേശമെന്യെ ക്ഷണിക്കാം. കൂടാതെ എല്ലാവർക്കും അത് നന്നായി അറിയാം. നമുക്ക് അവിടുത്തെ നമ്മുടെ ബലഹീനതകളിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ മുറിവുകൾ കാണുന്നതിന് അവിടുത്തെ നമുക്ക് ക്ഷണിക്കാം. അവിടുന്ന് വരും, ജീവിതം മാറും. വചനം മാംസമായി തീർന്നത് ആരിലാണോ ആ പരിശുദ്ധ ദൈവമാതാവ് നമ്മോടൊപ്പം ജീവിക്കാൻ ഹൃദയവാതിലിൽ മുട്ടുന്ന യേശുവിനെ സ്വാഗതം ചെയ്യാൻ സഹായിക്കട്ടെ. സകലത്തെയും വിധിക്ക് വിട്ടുകൊടുക്കുകയോ മാന്ത്രികതയിൽ ആശ്രയിക്കുകയോ ചെയ്യുന്ന മനോഭാവങ്ങളിൽ നിന്ന് ക്രൈസ്തവർ അകന്നു നിൽക്കുകയും ഏറ്റവും ബലഹീനരിലും അവഗണിക്കപ്പെടുന്നവരിലും ശ്രദ്ധയൂന്നി ദൈവസഹായത്തോടെ ഒത്തൊരുമിച്ച് പൊതു നന്മയ്ക്കായി നന്മോന്മുഖമായി പ്രവർത്തിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടും. സ്വാർത്ഥതയും സുഖലോലുപതയും വെടിയുക എന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ജഡികപരമായ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുക എന്ന നമ്മുടെ ജീവിത രീതിയെ മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തം സന്തോഷപൂർണത്തിന് മാത്രം ജീവിക്കുക എന്ന മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് ദൈവസ്നേഹമാകുന്ന ആ വചനത്തിൽ ജീവിക്കുക നമുക്ക് കഴിയട്ടെ. നമ്മിൽ വചനം മാംസമാകുമ്പോൾ 5-ാം സുവിശേഷമായി ഞാനും നിങ്ങളും മാറിത്തീരും. അതിനായി പുൽക്കൂട്ടിൽ ജനിച്ച യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കട്ടെ. ആമേൻ.